പ്രിയ സഹോദരങ്ങളെ, ഇന്നിപ്പോൾ ഒരു ഉസ്താദിൻ്റെ ഒരു മയ്യത്ത് പറ്റി ഒരു മസല പറയുന്നത് കേട്ടു. എന്താണെന്ന് വെച്ചാൽ, തജ്വീദ് നിയമങ്ങളൊന്നും അറിയാത്ത ആളുകളാണെങ്കിൽ മക്കൾ എന്നപോലെ തന്നെ ബന്ധുക്കൾ ഇവരൊക്കെയാണ് മയ്യത്ത് നേതൃത്വം കൊടുക്കേണ്ടത്, മയ്യത്ത് ഇമാമക്കേണ്ടത് എന്ന് അദ്ദേഹം വിശദീകരിച്ച് അത് അവരുടെ അവകാശമാണ്. എന്നാൽ ആ അവകാശം ആയിരിക്കെ തന്നെ മകന് ഫാത്തിഹ അറിയാത്തവരാണെങ്കിൽ, നിയമങ്ങൾ അറിയില്ലെങ്കിൽ അവരല്ല നിർത്തേണ്ടത്, അവർ വേറെ ആളെ ഏൽപ്പിക്കണം, അവകാശം മറ്റുള്ളവർക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു പ്രസംഗം നടത്തിയപ്പം അതിനെതിരെ കമൻ്റ് എഴുതിക്കൊണ്ട് ഒരു വഹാബികൾ അതിന് ശക്തിയുക്ത വിമർശിച്ചുകൊണ്ട് എഴുതിയത്, അത് അന്തം കമ്പി എന്നൊക്കെ പറഞ്ഞ മൂപ്പരെ കുറേ ചീത്ത വിളിച്ചു കണ്ട്. അള്ളാൻ്റെ റസൂൽ തന്നെ ഉമ്മിയായിരുന്നില്ല. എന്താണ് ഉമ്മിയെന്ന് പറഞ്ഞാൽ തന്നെ, ഉമ്മിയെന്ന് പറഞ്ഞാൽ അന്തം കമ്മി എന്നല്ല അതിൻ്റെ അർത്ഥം. എഴുത്തും വായനയും അറിയാത്ത ആളെന്നാണ്. അള്ളാൻ്റെ റസൂൽ നല്ല എഴുത്തും വായനയും, സാഹിത്യത്തിലുള്ള എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നുവെങ്കിൽ ഒരു സാഹിത്യമുള്ള ഗ്രന്ഥം അവിടെ കൊണ്ടുവരുന്നതിൽ അവിടെ ഒരു അത്ഭുതം ആരും ഇതര അത് ഈ മറ്റുള്ള ആളുകൾക്ക് ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഉമ്മിയായിട്ട് തന്നെ വരണമെന്ന് അള്ളാഹ് തീരുമാനിച്ചതാണത്. എന്നാൽ അള്ളാൻ്റെ റസൂലുകളോട് ഓതാൻ അറിയാത്ത ആളായിരുന്നില്ല, ഉമ്മിയായ റസൂലാണ് ഈ ഓതി കേൾപ്പിക്കുന്നത്. ഇവിടെ അന്തംഗമ്മികളായ ആളുകളെ പറ്റിയാണ് പറഞ്ഞത്, ആ ഉസ്താദ് പറഞ്ഞത്. അതും കൂടി അറിയണ്ട, അന്തംഗമ്മിയും ഉമ്മിയുമായിട്ട് മാറ്റമുണ്ട്. ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനൊന്നും അറിയാത്ത ആളുകൾ, ഓതാനൊന്നും അറിയാത്ത ആൾ എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഖുർആൻ ഓതി കൊടുത്താൽ ജിബ്രീൽ പഠിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തെ അപ്പം തന്നെ പഠിക്കായിരുന്നു റസൂല്, ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞിരുന്നു ആ പറയലോട് കൂടെ തന്നെ. റസൂലുള്ള ധൃതി കാണിച്ചപ്പം നബിയെ തങ്ങൾ ധൃതി കാണിക്കണ്ടെന്നാണ് പറഞ്ഞത്. പഠിക്കോ മറന്നു പോകുന്നത് നബിൻ്റെ കൽബിൽ തന്നെ അവിടെ കൊത്തി വെച്ചുകൊണ്ട് അള്ളാഹ് അയച്ചത്. ഈ വിവരം പോലുമില്ലാത്ത ആളുകൾ, ഇവിടെ ഒരാൾ മരിച്ചാൽ അവരെ ബാക്കിക്കാരനെ ഇമാമത്ത് നിൽക്കേണ്ടത്, അത് അവകാശമാണ്. അതിന് വേണ്ടിയിട്ടാണ് മക്കൾ പഠിക്കണം എന്ന് പറയുന്നത്, ദീനിയായിട്ട് പഠിക്കണം. അപ്പം ഒരാളെ മകന് കള്ളും കഞ്ചാവായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ ഓലാണോ ഇമാം നിൽക്കേണ്ടത്? എന്താണ് ഈ വിഡ്ഢിത്തരം പറയുന്നത്? ഒന്നും ഇവർക്ക് അറിയില്ല. ഓല് നിൽക്കുന്നു, ഓൽക്ക് അറിയാമെങ്കിലും ഓലെ തന്നെ നിർത്തേണ്ടത്, അറിയില്ലെങ്കിലാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതിനെ വ്യക്തിഹത്യ, മനുഷ്യന്മാരെ വ്യക്തിഹത്യ നടത്തിയിട്ട് തൻ്റെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇവിടെ ഈ ബഹുസ്വര സമൂഹത്തിൽ ഈ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവരൊക്കെ നീങ്ങിയാൽ എന്തിനാണ് ഇപ്പോൾ അല്ലെങ്കിൽ എന്തിനാണ് സുന്നികളെ നിസ്കാരത്തിൽ ഇവർ അഭിപ്രായം പറയുന്നത്? സുന്നികളെ മുസ്ലിമീങ്ങൾ തന്നെയല്ലല്ലോ ഇവരെ വിശ്വാസത്തിൽ. സുന്നികളെ പള്ളി